നമസ്കാരം. പോപ്സ് ഡൗൺ ദി ഏജസ്, മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. വിശുദ്ധ യൂത്തിച്ചിയൻ അഥവാ യൂട്ടിച്ചിയാനസ് എന്ന മാർപ്പാപ്പ സഭയുടെ ആദ്യകാല ചരിത്രത്തിൽ ശാന്തവും കരുതലോടെയും പ്രവർത്തിച്ച ഒരു പിതാവാണ്. പീഡനങ്ങളുടെ നിഴൽ പിന്നിലിരുന്നെങ്കിലും സഭ ഇപ്പോഴും പുനർനിർമ്മാണത്തിൻ്റെ സൂക്ഷ്മഘട്ടത്തിലായിരുന്നു. ഈ സാഹചര്യത്തിൽ വിശ്വാസത്തിൻ്റെ പാരമ്പര്യവും രക്തസാക്ഷികളുടെ ഓർമ്മയും സംരക്ഷിച്ച് സഭയെ മുന്നോട്ട് നയിച്ച ശക്തനായ ധീരനായ നേതാവായിരുന്നു യൂട്ടിച്ചിയാനസ്. ലീബർ പൊന്തിഫിക്കലിസ് നൽകുന്ന വിവരങ്ങൾ ഒഴികെ പോപ്പ് വിശുദ്ധ യൂട്ടിച്ചിയാനസിനെ കുറിച്ച് വളരെ കുറച്ചേ നമുക്കറിയൂ. കൂടാതെ അവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ കൃത്യതയും പണ്ഡിതന്മാർ സംശയാസ്പദമായി കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എത്രയെന്ന കാര്യത്തിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ലീബർ പൊന്തിഫിക്കലിസ് 8 വർഷവും 11 മാസവും എന്ന് പറയുമ്പോൾ ചരിത്രകാരനായ യൂസിബിയസ് വെറും 10 മാസം മാത്രമാണ് അദ്ദേഹം സഭയെ നയിച്ചതെന്നും രേഖപ്പെടുത്തുന്നു. ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിലും യൂട്ടിച്ചിയാനസ് 275 പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സഭ ഒരു അപൂർവമായ ശാന്തമായ കാലഘട്ടത്തിലൂടെയായിരുന്നു കടന്നു പോയിരുന്നത്. മുൻകാലത്തെ കഠിന പീഡനങ്ങൾ കുറച്ച് ശമിച്ചിരുന്നുവെങ്കിലും സഭ ഇപ്പോഴും പുനർനിർമ്മാണത്തിൻ്റെ സൂക്ഷ്മഘട്ടത്തിലായിരുന്നു. യൂട്ടിച്ചിയാനസ് ചില ആരാധനാ ആചാരങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട അനുഗ്രഹ ചടങ്ങുകൾക്കും തുടക്കം കുറിച്ചുവെന്ന് പരമ്പരാഗതമായി പറയപ്പെടുന്നു. മുന്തിരിയും പയറും മാത്രമേ യാഗപീഠത്തിൽ അനുഗ്രഹിക്കാവൂ എന്നൊരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു. ഇത് സഭ റോമൻ ജനങ്ങളുടെ ദൈനംദിന ജീവിത രീതികളുമായി കൂടുതൽ ബന്ധപ്പെടുവാൻ തുടങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്നു. കൂടാതെ 324 രക്തസാക്ഷികളെ സ്വന്തം കൈകൊണ്ട് സംസ്കരിച്ചുവെന്ന അവകാശവാദവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് യഥാർത്ഥ സംഖ്യയാണോ പ്രതീകാത്മകമാണോ എന്നത് വ്യക്തമല്ലെങ്കിലും രക്തസാക്ഷികളെ ആദരിക്കുന്നതിൽ സഭയ്ക്കുണ്ടായിരുന്ന ആഴത്തിലുള്ള ബഹുമാനത്തെ ഇത് വ്യക്തമാക്കുന്നു. രക്തസാക്ഷികളെ ഡാൽമാറ്റിക് എന്ന പർപ്പിൾ നിറത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് സംസ്കരിക്കണമെന്നും അത്തരത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളും അദ്ദേഹത്തെ അറിയിക്കണമെന്നും പിതാവ് നിർദ്ദേശിച്ചുവെന്ന് പറയപ്പെടുന്നു. യൂട്ടിച്ചിയാനസ് മാർപ്പാപ്പയുടെ കാലത്ത് വലിയ പീഡനങ്ങളൊന്നും സഭയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും റോമൻ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി അത്യന്തം അസ്ഥിരമായിരുന്നു. ചക്രവർത്തിമാർ വേഗത്തിൽ മാറിക്കൊണ്ടിരുന്ന കാലം. ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരുന്ന ഈ താൽക്കാലിക ശാന്തി എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാമെന്ന ഭയം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ രക്തസാക്ഷികളുടെ സംസ്കാരത്തിനും അവരുടെ ഓർമ്മയ്ക്കും യൂട്ടിച്ചിയാനസ് പിതാവ് നൽകിയ പ്രാധാന്യം സഭയുടെ മനസ്സിൽ ഇപ്പോഴും പീഡനങ്ങളുടെ നിഴൽ നിലനിന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ഈ ആചാരങ്ങൾ വെറും ചടങ്ങുകൾ മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകിയവരെ ആദരിക്കുവാനുള്ള സഭയുടെ പുരാതന പ്രതിബദ്ധതയുടെ തുടർച്ചയായിരുന്നു. പോപ്പ് സെയിന്റ് യൂട്ടിച്ചിയാനസിനെ ചില പരമ്പരാഗത രേഖകൾ രക്തസാക്ഷി എന്ന് വിളിച്ചുവെങ്കിലും അദ്ദേഹം അക്രമാസക്തമായ മരണത്തോടെയാണ് മരിച്ചതെന്നത് അസംഭവ്യമാണ്. 283 അദ്ദേഹം അന്തരിച്ചു.
കാലിക്സ്റ്റസിൻ്റെ സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ടു. അവിടെ കണ്ടെത്തിയ ശവകുടീരം അദ്ദേഹത്തിൻ്റെ അടക്കം ഉറപ്പാക്കുന്നു. ഡിസംബർ 8-നാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. സഭയുടെ തിരിച്ചറിവ് അഥവാ സ്വത്വബോധവും രക്തസാക്ഷികളുടെ ഓർമ്മയും സംരക്ഷിച്ച് ശാന്തവും പ്രതീക്ഷയും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ സഭയെ നയിച്ച ഒരു ശുശ്രൂഷകനായിരുന്നു യുച്ചിയാനസ് പിതാവ്. പ്രാരംഭ പാപ്പാമാരുടെ ചരിത്രത്തിൽ പീഡനങ്ങൾ, സിദ്ധാന്ത വിവാദങ്ങളും മാത്രമല്ല, ഇടവേളകളിലെ ശാന്തമായ വിശ്വസ്തവും സുതാര്യവുമായ സഭയെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ മാർപ്പാപ്പമാരുടെ പങ്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.